ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ UTUC കൊല്ലം ജില്ലാ കമ്മിറ്റി കൊല്ലം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച UTUC പ്രതിഷേധ ധർണ UTUC അഖിലേന്ത്യാ പ്രസിഡന്റ് AA അസീസ് ex-MLA ഉദ്ഘാടനം ചെയ്തു. UTUC ജില്ലാ പ്രസിഡന്റ് ഇടമനശ്ശേരി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. UTUC സംസ്ഥാന സെക്രട്ടറി TC വിജയൻ, RSP കൊല്ലം ജില്ലാ സെക്രട്ടറി KC വേണുഗോപാൽ, UTUC നേതാക്കളായ സുൽഫിക്ക്, UTUC തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഡോക്ടർ കെ ബിന്നി, തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി വെളിയം ഉദയകുമാർ, തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വിജയേന്ദ്രൻ നായർ തുടങ്ങിയ നേതാക്കൾ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയുടെ പേരിടാൻ ഇടയായിട്ടുള്ളത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ അതേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയുള്ള സങ്കല്പങ്ങളിലൊന്നാണ് ഗ്രാമീണ ജനതയുടെ അഭിവൃദ്ധി, ഗ്രാമീണ ജനതയുടെ അവരെ പുരോഗതിയിലെത്തിക്കുക എന്നത്. അതോടൊപ്പം തന്നെ മലിനകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ കൂടി ഉതകുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയിലാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് രൂപം. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രപിതാവിൻ്റെ പേരിൽ അതറിയപ്പെടാൻ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പേരിട്ടത്. അതിനുശേഷമാണ് അർബൻ മേഖലയിൽ പട്ടണങ്ങളിൽ അയ്യങ്കാളി പദ്ധതി എന്ന പേരിൽ സമാന്തരമായൊരു പദ്ധതിക്ക് രൂപം നൽകി. ഈ രണ്ട് പദ്ധതികളും ഒരേ തരത്തിൽ പാവങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു. ഈ പദ്ധതിയെയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി ഗവൺമെൻറ് അട്ടിമറിക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന നാൾ മുതൽ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഈ പദ്ധതിയെ അട്ടിമറിക്കുവാൻ, RSSന്റെ അജണ്ട നടപ്പാക്കുവാൻ അവർ അന്ന് മുതൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായി. പടിപടിയായി ഘട്ടം ഘട്ടമായി തൊഴിൽ ദിനങ്ങൾ തന്നെ കുറച്ചു. ബഡ്ജറ്റിൽ തുക നൽകുന്നത് യഥാസമയങ്ങളിൽ നൽകാതായി, സംസ്ഥാന ഗവൺമെൻറ് നൽകാതായി. തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കുന്നതോടൊപ്പം തന്നെ തൊഴിലുകളെ സംബന്ധിച്ച് ചില വ്യാകരണങ്ങൾ ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന തൊഴിൽ കൃഷി ഉൾപ്പെടെയുള്ള തൊഴിൽ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നത് അത് പാടില്ല, ജലസേചനം തുടങ്ങിയിട്ടുള്ള ചില പദ്ധതികൾ മാത്രമേ നടപ്പാക്കാൻ സാധിക്കൂ എന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. ഈ തൊഴിലുറപ്പ് പദ്ധതി BJP ഗവൺമെൻറ്റിൻ്റെ അവർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് അവർ കരടായി മാറി. രാഷ്ട്രപിതാവിൻ്റെ പേര് വെട്ടിമാറ്റണം, രാഷ്ട്രപിതാവിൻ്റെ പേര് വെട്ടിമാറ്റുക എന്നത് അവസാന ചിന്തയായിരുന്നുവെങ്കിൽ അതിനു മുമ്പ് തന്നെ പല മഹാത്മാരുടെയും പേരിൽ അറിയപ്പെടുന്ന പദ്ധതികൾ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന പദ്ധതി നെഹ്റുവിൻ്റെ പേര് വെട്ടിമാറ്റി അതിനുവേണ്ടിയുള്ള നിയമങ്ങളുണ്ട്, പുതിയ നിയമങ്ങളുണ്ടാക്കി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നത് രാഷ്ട്രപിതാവിൻ്റെ പേര് വെട്ടിമാറ്റി ഇന്ത്യയിൽ മറ്റൊരു പേരിൽ. അങ്ങനെ തൊഴിലാളികളുടെ ഈ വിഭാഗം തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്ന, യഥാർത്ഥത്തിൽ അവരുടെ തൊഴിൽ സൗകര്യം ഇല്ലെന്നാക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഭരണാധികാരികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയിലാകമാനം അറിയപ്പെടുന്നത് 12 കോടിയിൽ പരം തൊഴിലാളികൾ ഈ വിഭാഗമുണ്ടെന്നാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാകമാനം ഈ പദ്ധതി ആവിഷ്കരിച്ചതിന് ശേഷം പടിപടിയായി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചു. 12 കോടിയിൽ പരം തൊഴിലാളികളുടെ ഉപജീവന മാർഗമായ ഈ പദ്ധതിയാണ് അട്ടിമറിക്കപ്പെട്ടിരുന്നത്. യാതൊരു ചർച്ചയും കൂടാതെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി കൂടിയാലോചിക്കാതെ ഒരു രാത്രി കൊണ്ട് ഒരു നിയമം പാസാക്കിയ ആ നിയമം പാസാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഈ പദ്ധതി അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അട്ടിമറിക്കപ്പെട്ടുവെന്ന് മാത്രമല്ല, സംസ്ഥാനങ്ങൾ ഈ പദ്ധതി ഇനി നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾ അനുവദിക്കണം, സംസ്ഥാന ഗവൺമെൻറ് അനുവാദമുണ്ടാകണം, സംസ്ഥാന നിയമസഭകൾ പാസാക്കണം. ഇതൊന്നും ഉണ്ടായില്ല.
BJPക്ക് സ്വാധീനമുള്ള ചില സംസ്ഥാനങ്ങളിൽ മാത്രമായി നിയമസഭകൾ ഒരുപക്ഷെ പാസാക്കിയെന്ന് വരാം. എന്നാൽ ഈ പദ്ധതി അട്ടിമറിക്കപ്പെട്ട പദ്ധതി അത് അനുവദിക്കില്ല. ഇത് പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, വിവിധ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഇതിനകം സമരരംഗത്ത് വന്നിട്ടുള്ളത്. അതിശക്തമായ ഒരു പ്രക്ഷോഭണ സമരം രാജ്യത്തെ കുടുംബി കൊള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഗ്രാമീണ തൊഴിൽ ഉറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുന്നതുവരെ UTUC തുടക്കം കുറിച്ച ഈ സമരം UTUC മാത്രമല്ല, ഇന്ത്യയിലെ 11 കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ ഒരുമിച്ചും അവരൊറ്റയ്ക്കൊറ്റയ്ക്കും സമരങ്ങൾ സമീപനം സ്വീകരിച്ചു വരുന്ന വഴിയാണ് ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ തൊഴിലുറപ്പ് തൊഴിലിന്റെ നിയമം ഭേദഗതി നേരത്തെ അസോസിയേറ്റോട് സൂചിപ്പിച്ചു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയും അതുപോലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയും ഭേദഗതി ചെയ്തുകൊണ്ട് 125 ദിവസം ജോലി കൊടുക്കാനെന്ന വ്യാജേന അതിന്റെ കേന്ദ്ര വിധവും കേരള വിധവും തിട്ടപ്പെടുത്തി കേരളത്തിലെ ഗവൺമെന്റ് 40% കൊടുക്കണം, കേന്ദ്ര ഗവൺമെന്റ് 60%. അത് കൊടുക്കുന്നത് മാച്ചിങ് കോൺട്രിബ്യൂഷനാണ്. കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കുമ്പോൾ മാത്രമേ കേന്ദ്രത്തിലെ ഗവൺമെന്റ് കൊടുക്കൂ. നിങ്ങൾക്കറിയാമല്ലോ, തൊഴിൽ മേഖലയിൽ പാവപ്പെട്ട തൊഴിലാളികൾ, ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ, ആ തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ വാട്സപ്പ് മെസ്സേജ് എടുക്കാൻ, അതുപോലെ അവരെ സംബന്ധിച്ച് അവരുടെ ഫോട്ടോ എടുക്കാൻ, അവരെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുവാൻ, ഒരു ഫീൽഡിൽ ജോലി ചെയ്താൽ അവർക്ക് അതിന്റെ ഫോട്ടോ എടുക്കണമെങ്കിൽ മുന്നിൽ പോകണം. പലതരത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ, ജോലിയിൽ പിന്മാറ്റുന്ന തരത്തിൽ, അവർ അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിൽ നിയമങ്ങൾ നിയമം കൊണ്ടുവന്ന് ആ നിയമം തകർക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഈ ബില്ല് കൊണ്ടുവന്നു. നമ്മുടെ MK പ്രേമേന്ദ്രൻ MP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ മെമ്പർമാർ വളരെ ശക്തമായി ഇതിനെ ആഞ്ഞടിച്ചു. എന്താണ് നരേന്ദ്രമോദി പറഞ്ഞത്? അതിനകത്ത് അഴിമതിയുണ്ട്, ആ അഴിമതി അന്വേഷിക്കണം, അതുപോലെ അഴിമതി രഹിതമാകണം, അഴിമതി രഹിതമാകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അല്ലാതെ അതില്ലാതെ ആകുന്നില്ല. പക്ഷേ അത് ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് താനേ ഇല്ലാതാകും. കേരളത്തിൽ മരുന്ന് വാങ്ങാൻ കാശില്ലാത്ത കേരളത്തിലെ ഗവൺമെന്റ്, അതുപോലെ കഞ്ഞി മേടിക്കാൻ കാശില്ലാത്ത ഗവൺമെന്റ്, മെഡിക്കൽ സ്റ്റോറിലും മെഡിക്കൽ കോളേജിലും മരുന്ന് പോലും മേടിക്കുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്കൂളുകളിൽ അധ്യാപകന് ശമ്പളം കൊടുക്കാൻ കൊടുത്തില്ലാത്ത സാഹചര്യം, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ലാത്ത സാഹചര്യം, പാവപ്പെട്ട ക്യാൻസർ വിഷയത്തെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. നമുക്കറിയാം, കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യയിലെ തൊഴിലാളികളെ മാത്രമാണ് എന്നുള്ളത് കഴിഞ്ഞ 6 മാസക്കാലത്തെ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ വീക്ഷിക്കാനായി മനസ്സിലാവും. 2025 നവംബർ മാസം 21-ാം തീയതി കേന്ദ്ര ഗവൺമെന്റ് ഒരു ബില്ല് പാസാക്കി. ഇന്ത്യയിൽ നിലനിന്നിരുന്ന 29 നിയമങ്ങളെ, 29 ലേബർ കോഡുകളെ 4 ആക്കി വെട്ടിച്ചുരുക്കിക്കൊണ്ടു ഒരു വിജ്ഞാപനം. അതിലൂടെ കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യം വെച്ചത് കാലാകാലങ്ങളായി തൊഴിലാളികൾക്ക് ലക്ഷ്യമാക്കിക്കൊണ്ടിരുന്ന വേതനം, തൊഴിൽ സുരക്ഷ എന്നിങ്ങനെ എന്തൊക്കെ ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് ലഭ്യമാകുമോ അത്തരം ആനുകൂല്യങ്ങളെ എല്ലാം വെട്ടിച്ചുരുക്കിക്കൊണ്ടുള്ള ലേബർ കോഡുകളുടെ എണ്ണം 4 ആക്കി ചുരുക്കി. തുടർന്ന് ഇപ്പോ ഇന്നത്തെ സമരത്തിന് മുഖ്യ ആധാരമായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പുതിയ വിജ്ഞാപനം എന്നുള്ളത് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിയമം. അതിനെ 2006 കേരളത്തിൽ നടപ്പിലാക്കിയ തൊഴിലുറപ്പ് നിയമം 2009 പ്രത്യേക വിജ്ഞാപനത്തിലൂടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നാക്കിയെങ്കിൽ ഇപ്പോൾ നടപ്പിലാക്കിയ വിജ്ഞാപനത്തിലൂടെ 2 കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യം വെച്ചു. ഒന്ന്, മഹാത്മാഗാന്ധി എന്നുള്ള പേര് അതിൽ നിന്ന് ഇല്ലാതാക്കുക. 2, നാം എല്ലാം ഉച്ചരിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി, അതായത് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി എന്നതിന്റെ തൊഴിലുറപ്പ് എന്നുള്ള നാമം അതിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതാക്കി. തൊഴിലുറപ്പ് പദ്ധതിയുമായുള്ള ബില്ല് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിനെതിരായി പ്രേമേന്ദ്രൻ പാർലമെന്റിൽ പറഞ്ഞ വരികൾ നമ്മളുടെ എല്ലാം മനസ്സിൽ ഓർത്തുവരുന്നതാണ്.
ലോകാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ഈ തൊഴിലുറപ്പ് പദ്ധതി. പാവപ്പെട്ടവരുടെ കയ്യിൽ കേന്ദ്ര സർക്കാരിന്റെ 10 പണം നേരിട്ട് അവന്റെ അക്കൗണ്ടിലേക്ക് പോകുന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രമാണ്. ഈ രാജ്യത്തെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 20 രൂപ പോലും ഒരു ദിവസം വരുമാനമില്ലാത്ത ആളുകൾക്ക് ആ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ കക്ഷികളും കോൺഗ്രസും കൂടെ ഇന്ത്യ ചേർന്ന് ഭരിച്ച UPA-യുടെ ഭരണകാലത്ത് കൊണ്ടുവന്ന മഹാത്മാ ഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, ആ പദ്ധതിയെ അട്ടിമറിച്ചു രാജ്യത്ത്. പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ച് പാർലമെന്റിനകത്തുള്ള MP-മാർക്ക് വേണ്ടത്ര സമയം ചർച്ച ചെയ്യാൻ കൊടുക്കാതെ പാർലമെന്റ് ഭൂരിപക്ഷം ഉപയോഗിച്ച് ആ ബില്ല് പാർലമെന്റിൽ പാസാക്കി. തുടർന്ന് രാജ്യസഭയിലും പാസാക്കി. അതിപ്പോൾ ഗസറ്റ് വിജ്ഞാപനമായി. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് നിലവിലില്ല. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ എതിരെ അതിശക്തമായ രീതിയിൽ UTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ കൂട്ടധർണ നടത്തുകയാണ്. ഈ ധർണാ സമരത്തിന്റെ അധ്യക്ഷം വഹിക്കുന്നത് UTUC ജില്ലാ പ്രസിഡന്റ് സഖാവ് ഇടവനശ്ശേരി സുരേന്ദ്രനാണ്. അദ്ദേഹത്തിന് UTUC കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ കൂട്ടധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് UTUC ദേശീയ പ്രസിഡന്റ് സഖാവ് അസീസ് XMLA ആണ്. അദ്ദേഹത്തിന്റെ UTUC കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പേരിലും സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. അതുപോലെ തന്നെ ഈ ധർണാ സമരത്തിൽ പങ്കെടുക്കുന്ന RFPയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് KS വേണുഗോപാലും UTUC കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പേരിലും സ്വന്തം പേരിൽ ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. അതുപോലെ തന്നെ UTUCയുടെ ദേശീയ സെക്രട്ടറി സഖാവ് P. പ്രകാശ് ബാബു, അതുപോലെ UTUCയുടെ സംസ്ഥാന ട്രഷറർ സഖാവ് മനോജ് മോഹൻ, സഖാവ് സജി ഡി ആനന്ദ്, സഖാവ് ബെന്നി, അതുപോലെ തന്നെ സഖാവ് സന്തോഷ്, സഖാവ് ബിജു ആർ നായർ, സഖാവ് മഞ്ഞപ്പാറ സലീം, അതുപോലെ തന്നെ MN ഗവൺമെന്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയന്റെ സ്ട്രേറ്റ് ഫോർവേഡ് കൊല്ലം.